അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വരുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക്, അതായത് ലൊഹർ ബാങ്കിൻ്റെ സമയത്ത്, സൗദിയൻ സമയം 12:18 മക്കത്തുള്ളവർക്ക് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. എന്താണ് ആ കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യൻ കഅബാലയത്തിന് നേർ മുകളിൽ വരുന്നൊരു കാഴ്ച. അതിൻ്റെ സമയം ലൊഹർ ബാങ്ക് സമയം 12:18 ആണെന്നാണ് ജിദ്ദ ആസ്ട്രോണമി സൊസൈറ്റി അറിയിച്ചിരിക്കുന്നത്. മക്കത്തുള്ളവർക്കൊക്കെ വളരെ സന്തോഷത്തോടു കൂടി മനോഹരമായിട്ട് ഈ കാഴ്ച കാണാൻ കഴിയും. ലോകത്തെ എവിടെ നിന്നും ഈ സമയത്ത് കിബിലയുടെ ദിശ കൃത്യമായിട്ടും എളുപ്പത്തിലും നിർണ്ണയിക്കാൻ കഴിയുമെന്നും അവർ പറയുന്നുണ്ട്. കഅബാലയത്തിൻ്റെ നേർ ഇതുപോലെ സൂര്യൻ വരുന്നത് ഈ വർഷത്തെ ആദ്യ പ്രതിഭാസമാണെന്നും അവരറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മക്കത്തുള്ള ആളുകളൊക്കെ ഒന്ന് നോക്കുക. തിങ്കളാഴ്ച ലൊഹറിൻ്റെ സമയം 12:18 ഈ പ്രതിഭാസം ഉണ്ടാവുക എന്ന് അറിയിച്ചിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ സന്തോഷമുള്ള, മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും കഅബത്തിൻ്റെ തൊട്ടുമുകളിൽ സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഈ പ്രതിഭാസം കാണാൻ കഴിയും. ഈ മനോഹരമായിട്ടുള്ള കാഴ്ച അവിടെ നടക്കുമ്പോൾ, അതായത് കഅബാലയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നേരെ മുകളിൽ സൂര്യൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കഅബത്തിന് ഒട്ടും നിഴലുണ്ടാകില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു രീതിയിലും ഒരു നിഴലുമില്ലാത്തൊരവസ്ഥയിൽ കഅബാലയത്തെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് മക്കയിലുള്ള ആളുകളൊക്കെ പറ്റുന്നവരൊക്കെ ലൊഹറിൻ്റെ സമയത്ത് കാണാൻ ശ്രമിച്ചു നോക്കുക. ഇങ്ങനെ ഈ കഅബാലയത്തിന് നേർ മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾ ആ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ അതിൻ്റെ ഒരു അനുഭവം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആ ഒരു സമയം, ഏത് സമയമാവട്ടെ, നിങ്ങൾ ആ പരിശുദ്ധമായ ഭൂമിയിൽ നിൽക്കുമ്പോൾ, ആ ഹറമിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. സൂര്യൻ കഅബാലയത്തിൻ്റെ നേരെ മുകളിൽ വരുന്നത് അത്ര വലിയൊരു അത്ഭുത പ്രതിഭാസമോ വലിയ സംഭവമൊന്നുമല്ല. ഏറ്റവും വലിയ അനുഗ്രഹീതമായിട്ടുള്ള അത്ഭുതം അല്ലെങ്കിൽ സംഭവം എന്ന് പറയുന്നത് ആ പരിശുദ്ധമാക്കപ്പെട്ട ആ കഅബാലയവും അതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഈ സമയത്ത് അവിടെ നിൽക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി അങ്ങോട്ട് എത്താൻ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ കൂടുതൽ സന്തോഷമുള്ളവരാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എത്രയോ കോടിക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്, കോടാനക്കോടി ആളുകൾ ലോകത്തുണ്ട്. പക്ഷെ അതിൽ നിന്ന് അള്ളാഹു വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് ഈ പ്രാവശ്യത്തെ ഹജ്ജിന് വേണ്ടി വിളിച്ചിട്ടുള്ളത്. അവർ ഭാഗ്യമുള്ളവർ തന്നെയാണ്. അപ്പോൾ ആ പരിശുദ്ധമായ ആ മണ്ണിൽ എത്തുന്നത് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സൗഭാഗ്യം തന്നെയാണ്. മാഷാ അല്ലാഹ്, അതിലും വലിയ ഒരു കാഴ്ച അല്ലെങ്കിൽ അത്ഭുതങ്ങളൊന്നും തന്നെ ഇല്ല. കോടാനക്കോടി പൈസ ഇവിടെ ബാങ്കിലുണ്ടായിട്ടോ, അതല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുണ്ടായിട്ടൊന്നും കാര്യമില്ല. ഓരോ സമയത്ത് അള്ളാഹു അതിന് അർഹതപ്പെട്ടവരെ അങ്ങോട്ട് വിളിക്കും. ആ പുണ്യഭൂമിയിലെത്താനും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ പരിപൂർണമായിട്ട് സ്വീകാര്യമായിട്ടുള്ള ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ അത് നിങ്ങളെ അറിയിക്കണം എന്നുള്ളൊരു സന്തോഷം മാത്രം. അപ്പോൾ ആ സന്തോഷം നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു കാഴ്ച നേരിൽ കാണാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ സൗഭാഗ്യമുള്ളവരാണ് എങ്കിൽ ആ കാഴ്ച കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷങ്ങൾ ഞങ്ങൾ ഈ നാട്ടിലുള്ളവരൊക്കെ അറിയിക്കുന്നത് വളരെ ഞങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും. അത്രയ്ക്കേ ഉള്ളൂ ഈ വാർത്തയുടെ ബാക്കിൽ. അതല്ലാതെ ഇതൊരു ഇബാദത്തായിട്ടോ അതല്ലെങ്കിൽ വലിയൊരു കർമ്മമായിട്ടൊന്നും ആരും കാണരുത്. ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.